ഓൺലൈൻ കരോൾ സിംഗിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കൂ. 3 ലക്ഷം രൂപ വരെ സമ്മാനമായി നേടാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. 5, 4, 3, 2, 1, 0. All of you, and now you are watching Ken Me Online English Star Magic. അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം ദ വെരി ക്യൂട്ട് ഐശ്വര്യ ലക്ഷ്മി. ഐഷു, അപ്പൊ ഇന്ന് നമുക്ക് എന്താണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തരാൻ പോണേ? ഒരു സോങ് ആയല്ലോ. ഓഹോ, പ്ലീസ്. ഇത് എനിക്കുള്ള പണിയായിരുന്നല്ലേ ഫുൾ ടൈം? അങ്ങനെയല്ല, നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടാൽ കൊള്ളാന്നുണ്ട്. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ജസ്റ്റ് എല്ലാവരുടെ കൂടെ പതുക്കൊന്ന് പൊളിപ്പോയി. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ സോങ്ങോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഡാൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് എന്താ വരും. പ്ലീസ് ജോയിൻ us. അതായത് ഞാൻ സ്കൂളിലാണെങ്കിലും അതെ, ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും അതെ, പാടാൻ പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കഴിവായതുകൊണ്ട് തന്നെ ഒരു പരുങ്ങൽ ഉണ്ടാവാറുണ്ട്. ഞാനൊരു ഓഡിഷന് പോയപ്പോൾ അവരെൻ്റെ അടുത്ത്, തമിഴ് സിനിമയുടെ ഓഡിഷനാണ്, വല്ലാണ്ട് ഓർക്കുന്നു അല്ലേ, അതെ, ഓഡിഷന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഏതോ പാട്ട് പാടി ആരെയൊക്കെയോ പറ്റിച്ചാലും ഒരു മലയാളം. അതെ 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 അതെ, തമിഴ് സിനിമയുടെ ഓഡിഷൻ ആയിരുന്നു. അപ്പൊ മലയാളം ലിറിക്സ് അവർക്ക് അറിയില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പാടി. പക്ഷെ എന്നെ ആ സിനിമയ്ക്ക് എടുത്തു. അതാണ് ജഗമേ തന്ത്രം. അപ്പൊ ഞാൻ ആ പാട്ട് തന്നെ പറയാം. പറയണ്ട, പാടി. അല്ല, പാടാം, രണ്ടുപേരും പോലെ തന്നെയാണ്. ശരി, റെഡി? എന്റെ കൂടെ പാടണം, കൂടെ പാടണം. എല്ലാവർക്കും അറിയുന്ന പാട്ടാ. താങ്കളും ഉറപ്പായിട്ടും. ആ ശരി. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞളിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാടിക്കാറ്റിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം, സ്വരങ്ങൾ കേൾക്കാം, മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പിന്നിൽ വന്ന കണ്ണു പൊത്താം, കണ്ണുവെന്ന് കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഉണവിലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, കലിമീയുന്ന പുല്ലാടിക്കാറ്റിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം, പാദസരങ്ങൾ കിലുക്കാം, മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്തു കഴിഞ്ഞ് ആറ്റുകിളി പോകും നേരം, മഞ്ഞളിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു ചക്കർ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. അസലായിട്ട് പാടി, ഭയങ്കര സ്വീറ്റ് സിംഗിങ് ആയിരുന്നു. അല്ല, അതെ, വേറെ സംഭവമുണ്ട്. ഈ ഒരു പാട്ട് പാടി നമ്മൾ എല്ലാവരും എന്താ പറയാ, വേറൊരു എന്താ പറയാ, ഭയങ്കര രസമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു കുട്ടി ഗെയിം നമ്മൾ ഐശു കൊടുക്കാൻ വേണ്ടി. ഐശു വേറൊരു കാര്യം കൂടെ പറയട്ടെ. സാധാരണ ഈ പാട്ട് ടോപ്പിലേക്കൊക്കെ എത്തുമ്പോ വേറെ പിച്ചിലൊക്കെ പോണ്ടതാ. പക്ഷെ ഐശു അതിന്റെ കറക്റ്റ് പിച്ചിൽ തന്നെ പാടി. ഇത് ഞാൻ പാടിയതല്ലേ ഇവർക്ക്? അല്ലല്ല, അല്ല, അത് എങ്കിലും പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പിച്ച് മാറിപ്പോവും. പക്ഷെ ഓർത്തോ, പാട്ട് പാടാൻ പറ്റും, ശ്രമിച്ചാൽ പറ്റും. ഐശു പാട്ട് തുടങ്ങിയപ്പോഴ് ഞാൻ എന്ത് ചെയ്ത്, ടീമിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്നില്ല. ഞാൻ എന്തിനാ ഇതിങ്ങനെ, ആരെങ്കിലും നന്നായിട്ട് പാടിയ എന്റെ മൈക്ക് അവർ ഓഫ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഏതായാലും സ്റ്റാർ
മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡ് മുതലേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ട് ഒരാളും കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം രേഷ്മ. അവിടെ ഇരിക്ക്. രേഷ്മ, എങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിലെ ഈ ഒരു ന്യൂ മെമ്പർഷിപ്പ്? ആക്ച്വലി ഇപ്പത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഡ്രീം ആഴ്ചയിലുണ്ട് ആഴ്ചയിലല്ലേ ആക്ച്വലി ആഴ്ചയിൽ 5 ദിവസം. ഇപ്പത്തെ യങ്സ്റ്റേഴ്സിന്റെ കൂട്ടുള്ളൊരു ഡ്രീം ആയിരുന്നു എന്റെയും ഡ്രീം, ഈ ഒരു ഫ്ലോറിൽ വരിക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കും, നിന്നെ മാത്രം സ്റ്റാർ മാജിക്കിൽ കാണുന്നില്ലല്ലോ, നിന്റെ ഫ്രണ്ട്സ് നിന്റെ കൂടെ വർക്ക് ചെയ്തവരെല്ലാവരും സ്റ്റാർ മാജിക്കിൽ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എന്നെ വിളിക്കാനായിട്ടാണ് ഞാൻ വരാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ വരണമെന്ന് 2 സത്യമായി വരണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സത്യം അപ്പൊ 3 സത്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോർണിംഗിൽ ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, എനിക്കൊരു മെസ്സേജ്, അനുവിന്റെ മെസ്സേജ് വന്നു. നിനക്ക് സ്റ്റാർ മാജിക്കിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഞാൻ കാര്യമാക്കിയില്ല, ഞാൻ ഉറങ്ങുകയാണ്, സ്വപ്നം കണ്ടതെന്നാ ഞാൻ വിചാരിച്ച. സത്യം പറഞ്ഞ ഞാൻ മാറ്റി വെച്ചു, വീണ്ടും ഉറങ്ങി. അല്ല, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നടക്കുന്നതാണല്ലോ. അതിന് 11 മണി കഴിയാതെ എഴുന്നേക്കാത്ത ഒരാളാണല്ലോ. 5:00 എന്റെ അപ്പനാമ സത്യം കള്ളമല്ല, അനു എനിക്ക് അയച്ചതാണ് 5:00. അതാ ഞാൻ പറഞ്ഞത്. അനുവദിച്ചു. രേഷ്മ കണ്ട 11 മണിക്കല്ലേ? അത് ഞാൻ രണ്ടാമത്തെ ഉറക്കണീറ്റപ്പോ 11 മണി. അത് അനീഷൻ അറിയാലോ കാര്യം. ആഗോള നായക ഇവിടെ വാ, ഇവിടെ വാ. തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും ആവട്ടെ, ബാക്കി പറ. വേറൊന്നുമല്ല, അനീഷേട്ടന്റെ കൂടെ ഞാനൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, അനീഷേട്ടന്റെ അനിയത്തിയായിട്ട്. അപ്പം സെറ്റില് വരുന്ന സമയത്ത് ചേട്ടന്റെ 3 പെങ്ങന്മാരിൽ ഒരാളായിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്. ചേട്ടനായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം, കാര്യം രാവിലെ ഉറക്കം എഴുതുന്നത്. ആരാണ് പ്രൊഡ്യൂസർ? അനീഷേട്ടൻ. പാന്റ് കേട്ടപ്പോ മനസ്സിലായി. അങ്ങനെയല്ല, ഒരു പ്രൊഡ്യൂസർ എന്നൊരു ജാടയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ആഗോള നായകൻ എന്നുള്ളൊരു ജാടയോ അതൊന്നുമില്ല. അല്ല, ടു ബി ഫ്രാങ്ക്, ഉള്ളത് കൂടെ നിർത്തി പറയുമല്ല, ഉള്ളതാ സത്യമായിട്ട്. ഇപ്പൊ ഞങ്ങള് 3 പെമ്പിള്ളേരെ, കാര്യം ലൊക്കേഷൻ ചെറിയങ്കീഴായിരുന്നു, ഞങ്ങൾ 3 ട്രിവാൻഡ്രത്താണ്. അപ്പം ഞങ്ങളെ തമ്മിൽ സിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അനിയത്തിമാരൊന്ന് സിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടന്റെ അനിയത്തിമാരായിട്ടാണ്. ചേട്ടൻ അതിൽ അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസറുമാണ്. ഓക്കെ. അപ്പൊ അനീഷയുടെ ഞങ്ങൾ തലേന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടായിട്ട് കാണിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. ഞങ്ങളെ 3 പേരെ ഒരു റൂമിൽ നിർത്തും. സത്യത്തിൽ ഇവരുടെ സീരിയലിന്റെ പ്രൊമോഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. ഞങ്ങളെ വീടായിട്ട് കാണിക്കുന്ന ലൊക്കേഷൻ ഉണ്ട്. അവിടെ ഒരു ആന്റി അങ്കിളും ഉണ്ട്, കൂടെ ഞങ്ങൾ 3 പേരും. ഞങ്ങള് കാലത്ത് നേരത്തെ എഴുന്നേക്കാൻ പാടാണെന്ന് അനീഷന്റെ മനസ്സിലായത് ഇതുകൊണ്ടാണ്. അനീഷളിന്റെ മുഖത്ത് ഒരു ക്ലോസ് വെച്ച പുള്ളിയുടെ മുഖത്ത് എന്തൊക്കെയോ. ഒരു ക്ലോസ് കൊടുത്തോ പ്ലീസ്, ഒറ്റ ക്ലോസ്. എണ്ണിക്കാൻ പാടാണോ? അവസാനം ഇങ്ങനെ പോവല്ലേ എന്നാ? അല്ല, ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല, അനു ആണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതങ്ങ് പറഞ്ഞാ പോരെ. അനുവിന്റെ ക്ലോസ് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും. അനു ഇപ്പൊ പറയണ്ടായിരുന്നു അനു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നൊരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം എന്തിനാ നിങ്ങൾ? ഓക്കെ, രേഷ്മ ഇതുവരെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു, രേഷ്മയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഫ്ലവേഴ്സിന്റെ ചെലവിൽ ഇവിടെ ഹോട്ടലിൽ റൂമുണ്ട്. 1.5 വർഷം ഇവിടെ കിടന്നിട്ട് പോയത്, ഇനി എങ്ങനെ വീട്ടിൽ പോകും? ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. എന്റെ വീട്ടില് അപ്പനും മമ്മിയും ഞാനാ ഉള്ളത്, ഒരു മോളാണ്. സീരിയൽസ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടിരുന്നത്. ലാസ്റ്റ് ചെയ്തത് അനീഷന്റെ പ്രൊജക്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം രേഷ്മയെ നമ്മൾ വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലേക്ക്. വെൽക്കം ടു അവർ ഫാമിലി. വന്ന വഴിക്ക് എന്താ നമുക്കൊരു പെർഫോമൻസ് തരിക? പാട്ട് പാടാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഏത് പാട്ട്? എന്റെ കൂടെ ആരാ പാടുന്നത്? ഓക്കെ, ശരിക്കും ആദ്യം വരുന്ന ആള് കൂടെ പാടാൻ അസീസ് തന്നെയാണ്. അല്ല, ഷാഫിയും വേണ്ട, ഞാനും വേണ്ട, ഒറ്റയ്ക്ക് പാടി. ആദ്യം വരുന്ന ആളോ പറയാൻ ഇവിടം വരെ വന്നു. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ നിസാര പരിപാടിയാണ്. മച്ചാനെ വായൻ മച്ചാനെ വാ. ഓക്കെ, മച്ചാനെ വായൻ മച്ചാനെ വാ. മറ്റാരും കാണാതെ അച്ചാറ് കൊടുക്കാൻ പോവാ. നെഞ്ചിൽ ഉന്മാദ താളം, പഞ്ചവാണന്റെ നേരം, ആവാഹ സ്വാഹാഹ ജപിച്ചിടും കൊടുക്കുമായി താത്ത വരം താത്ത. ഇത് പൂജ മഹാരാജ. മച്ചാനെ വായൻ മച്ചാനെ വാ. ഞങ്ങള് സഹോദരങ്ങളാണ്. മച്ചാരും കാണാരും സഹോദരങ്ങളാണ്. സുധീർണ അപ്പൊ മച്ചാനെ, കൊച്ചിയിലെ മച്ചാൻ. കൊച്ചിയിലെ മച്ചാനെ, ഈ മച്ചാനാ
അല്ല ഇനി ഇതിന് റാപ്പ് വേണമെങ്കിൽ പറഞ്ഞോട്ടോ. ഈശ്വരാ ഭഗവാനെ. മച്ചാനെ ചുരുളിൽ തിരിയും ചുഴിയിൽ മുങ്ങുമ്പോഴും കയം തങ്ങുമ്പോഴും കമ്പിമാരായ തുമ്പ് കോരിയ നൊമ്പരങ്ങളെ ചെമ്പ് കുടിലെ മന്ത്രവാദമിട്ടാടാൻ പാടാൻ വാ മച്ചാനെ വായേ മച്ചാനെ വാ. അത് പുറപ്പെട്ടു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മറ്റാരും കാണാതെ ചാരം നെഞ്ചിൽ ഉന്മാദ താളം പഞ്ചവാണന്റെ നേരം ആവാഹ സഹായ ജപിച്ചിടും കൊടുക്കുമായി ബാബാ വരം താത്ത ഇത് പൂജ മഹാരാജ. വെൽക്കം രേഷ്മ. ചരിത്രത്തിൽ ആദ്യമായിട്ട് താളത്തില് ഡാൻസ് കളിച്ചു അവൻ. അത് നോക്കണം എത്ര ആകർഷണീയമായ വരവായിരുന്നത്. രേഷ്മ ഇംപ്രസ് ചെയ്യണ്ടേ? ഓക്കെ, താളത്തിൽ അപ്പൊ ഇതിൽ രേഷ്മ വെൽക്കം ടു സ്റ്റാർ മാജിക്. അപ്പൊ അടിച്ചു വിളിക്കാനേ. ഓക്കെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ നന്നായിട്ട് മണിമണിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് കെൻ വി ഓൺലൈൻ ഇംഗ്ലീഷ്. അതായത് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തിരുന്നിട്ടും ഏതൊരു സമയത്തും ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലും ഈസി ആയിട്ട് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരിക്കട്ടെ നമുക്കായിട്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 11 മണി വരെ ആയിരിക്കും ഈ ഒരു ട്യൂട്ടർ നമുക്കായിട്ട് സേവനങ്ങൾ നൽകുക. അത് മാത്രമല്ല, സംസാരിച്ച് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളിംഗ് ആക്ടിവിറ്റിയും നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. ശരി, സ്റ്റാർ മാജിക്കിലായിട്ട് നമ്മൾ പോകാൻ പോണ ഗെയിമിന്റെ പേര് ഞാൻ പറയട്ടെ? ഇപ്പൊ പറയൂ. എന്നാ പറയണ്ട, എന്നാ ഞാൻ പറയും. നമ്മള് ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് ടുട്ടുമണി പുട്ടുമണി. ശരി, ഇനി എന്തുകൊണ്ടാണ് ടുട്ടുമണി പുട്ടുമണി എന്ന് പറഞ്ഞെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ ഈ ഒരു പേരിന് അർത്ഥമുണ്ട്. ടുട്ടുമണി എന്ന് പറഞ്ഞാൽ ഈ ഗെയിം കളിക്കണം. ഇത് ടുട്ടു, ഇത് മണി, ഇത് ടുട്ടു, ഇത് മണി. പുട്ടുമണി എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് അർത്ഥം. ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പുട്ടിടണം, അല്ലെങ്കിൽ പുട്ടുംകുറ്റിയുടെ ഷേപ്പ് ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ പുട്ടിടണം ഇത് കറക്റ്റ് ആയിട്ട്. മനസ്സിലായോ? അങ്ങനെയാണ് ടുട്ടുമണി പുട്ടുമണി. ഇനി ഇത് എങ്ങനെ ഈ ഗെയിം കളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും. ഒരു ടീമിൽ നിന്ന് 2 പേരുണ്ടായിരിക്കും. ഇവർക്ക് ഇതാ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒരു റോഡും ഉണ്ട്. എന്നിട്ട് ഇത് 3ഉം ഈ പുട്ടുംകുറ്റി 3ഉം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യല്ലേ? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. രണ്ടുപേരിക്കല്ലേ? ഓക്കെ. ഇനി ലക്ഷ്യം വേണം. ഏതാണ് ഫസ്റ്റ് വെക്കണമെന്ന് ലക്ഷ്യം വേണം. ഇനി ഡയാനയുടെ അവിടുത്തെ അത് വേ അരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് മുഴുമണ്ഡലമാക്കോ. വെരി ഗുഡ്. 1 point ജസീല ആൻഡ് ടീം. ജസീല ആൻഡ് ഡൈന 1 point. ഒരാളിരിക്കടോ. ഒരാളിരുന്നേ. ഐശ്വര്യ, ഒരാളിരി. നമ്മൾ തോൽവിയായിരുന്നു. ഒരാളങ്ങ് ശരിക്കിരുന്നേ. ഇരിക്കോ? നീ എന്താ കാണിക്കാൻ ബാക്കാട്ട് പോ. ആദ്യം ഒരാള് അത് തട്ടിയതല്ലേ? ഒരാളിരിക്കൂ. ഒരാള് ശരിക്കിരിക്കൂ. ഇരിക്കാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരാളിരിക്കൂ. അടിമാലി നീ ഇതിലും ജയിക്കോടാ. ഒരാള് സിറ്റ്. അടിമാലി ഇവിടെ വന്ന് അറപ്പിക്കാണ്ട് അപ്പുറം പോയി ആയിട്ടുള്ള ബൂസ്റ്റ് ചെയ്യും. ഒരാളിരുന്ന് മൊത്തം ഇരുന്നേ. ഈസി. ഇനി ഒരാൾ എഴുന്നേറ്റ് നിൽക്കോ? രണ്ടും എഴുന്നേറ്റ്. ഇരുന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. നമുക്ക് ടെൻഷൻ വേണ്ട. ഒരാൾ ഇരിക്കേ. ക്ലോസ്
ഓ എന്റെ പൊന്നെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇരുന്നേ. എന്നിട്ട് ആ കാണിക്കുന്നത് നീ കൊച്ചെഴുന്നേറ്റ്. നിങ്ങളെന്താ ഈ അനീഷേട്ടന്റെ പെങ്ങളിരുന്നേ. ഇറന്നിരിക്കുന്നത് അങ്ങോട്ടല്ലേ? ഒരു പോയിന്റ് അടിച്ചിട്ടുണ്ട്. അത് പാവും വെരി ഗുഡ്. 1 point ഐഷു ആൻഡ് ടീം. ഒന്നും ചെയ്യണ്ട. അതിനുശേഷം ആഴ്ച എഴുന്നേറ്റാ മതി. അത് പോവല്ലേ, അത് പോവല്ലേ, അത് പോവല്ലേ, അത് പോരുത്. 1 point ഇരുന്നിട്ട് എഴുന്നേറ്റു. അപ്പൊ കറക്റ്റ് തട്ടിയിട്ടല്ലേ? അങ്ങ് വെച്ചോ. ഇനി പയ്യെ എഴുന്നേറ്റ്. വേണമെങ്കിൽ വടക്കാട്ട് പോ. രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നിട്ട് ആയുഷ് മാത്രം എഴുതേക്കാൻ നോക്കിയാ. രേഷ്മ ഇരിക്കൂ. ഇനി ആയുഷ് പയ്യെ ഒന്ന് ഹൈറ്റിൽ നിൽക്കണോണ്ട് അവൾക്ക് ഞാൻ ഐഷു ഒന്ന് എഴുന്നേറ്റ്. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. പയ്യെ. അല്ലെന്ന് ഇങ്ങനെ നിൽക്കണോണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റില്ല. ആയുഷ് നല്ല ഹൈറ്റ് പോയിട്ട് വരും കേട്ടോ. നീ തത്തി കളിക്കുന്നു. പോട്ടെ. ലക്ഷ്മി, പുട്ട് കടലക്കറിയും കൂടെ കൂട്ടി സുധിയൊന്ന് കൊടുക്കാൻ കഴിച്ചിട്ടില്ല സുധിയാണ്. ഇങ്ങോട്ടൊക്കെ പോയി എങ്ങോട്ടൊക്കെ ഔട്ട് പോവും. അല്ലാതെ വീഴും. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ് ജസീല ആൻഡ് ഡയന. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇനി നീ താഴ്ന്നു കൊടുക്കണം. നീ താഴ്ന്നു കൊടുക്കണം. അതിപ്പോ ഗുണമുള്ളൂ. ഇനി ജസീല താഴ്ന്നു കൊടുക്കോ. ഇനി ആരെങ്കിലും ഒരാളിരിക്കുക. ജസീല നീ പൊങ്ങരുത്. അവിടെ ഇരുന്നോ. നീ ശരിയാക്ക. ബാലൻസ് നീ ശരിയാക്ക. മക്കളെ നേരത്തെ ഇട്ടില്ല അതേപോലെ. ഐഷു Oh my God. നീ തളർന്നുവെങ്കിൽ മക്കളെ അല്ല, തളർന്നില്ല. അവള് പറയുമ്പോൾ Don't move. അവള് കളിക്കോടി പ്ലീസ്. അവള് സെന്റർ മറ്റേ നോക്കണേ പ്ലീസ്. സുരേഷ് ആ ചാടിക്കുത്തും ഞെരിഞ്ഞവര് ഡയന പറ്റും. No! My God! Don't move. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ലെങ്ത് കൂടുതലാണ്. ഇങ്ങോട്ട് വാ. രേഷ്മ കറക്റ്റ്. രേഷ്മ കറക്റ്റ്. Yeah, yeah, രേഷ്മ അശ്വൻ ചെയ്യലേ. Don't move. We'll try. Hey! Very good. നീ ഒന്നും ചെയ്യണ്ട. നീ അവിടെ ഇരുന്നാൽ സുരേഷ് അവിടെ ഇരിക്കും. ആഴ്ചയല്ല ഒന്നും ചെയ്യണ്ട. രേഷ്മ ഒന്നും അനങ്ങരുത്. നീ രേഷ്മനൊന്നും ചെയ്യണ്ട. ലക്കാണ്. അത് പറ്റില്ല. അത് അങ്ങനെ. മക്കളെ ഒരു പല മാക്സിമം ഹൈറ്റ് കയറും. അത് കറക്കല്ലേ. അല്ല ലേശം എഴുന്നേക്കാം. ലേശം കറക്കല്ലേ. അതിന് സമാധാനം കൊടു. ഉറങ്ങട്ടെ. കുറച്ച് നേരം ഉറങ്ങട്ടെ. ലേശം അല്ല വലിഞ്ഞിട്ടില്ല. പൊക്കിയാ മതി. അപ്പൊ കറങ്ങൂല. അത് ഉറങ്ങട്ടെ. വേണ്ട. അങ്ങനെ ആട്ടരുതേ. മെല്ലെ ആട്ടരുത്. അങ്ങനെ ഒരു കൊടുക്ക. ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കളിക്കണം. പ്ലീസ് ചേർന്ന് വാ. ഇങ്ങോട്ട് വാ. ഐഷു അങ്ങ് കുതിക്കരുത്. കുതിച്ചാൽ മറ്റൊക്കെ വീഴും. കറക്റ്റാണ്. അവിടെ വീണ്. അവിടെ മറിഞ്ഞു വീണാണ്. നിങ്ങൾ അങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ മറിഞ്ഞു വീണ. അത് സെന്ററിലാണ് പോയത്. നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. മൂന്നും പോയി. നാടകം തീർന്നു. മൂട് പോയി. നാടകം കൊള്ളില്ല. ഈ നാടകം പോയിട്ടുണ്ട്. നമ്മളിത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് കാരണം അവരെല്ലാം പോയി. കാട്ടുവാ. വെപ്രാളം വേണ്ട കുഞ്ഞുങ്ങളെ. നിങ്ങൾ കളിച്ച നല്ല കളിയായിരുന്നു. പക്ഷെ എന്തിനാണ് ഇത്രയും വെപ്രാളം കാണിച്ച് വെറുതെ അതിനെ കളയേണ്ട കാര്യമുണ്ട്. 2 പോയിന്റ് കിട്ടിയില്ലായിരുന്ന.
ആ രണ്ടും പോയി. ബാക്കാട്ട് വാ, ഇത്തിരി ബാക്കാട്ട് വാ. ആ ഇനി ഇട്, ഇനി വെക്ക്, ഇനി എടി, അങ്ങനെ മേളിൽ വെച്ച് അത് ആ, yes. മേളിൽ വെച്ച് പോയി. അല്ലല്ല, മേളിൽ വെച്ച് പോയി. ഒന്നുമില്ല, ഒന്നുമില്ല. മേളില്, ആ, ആ. ഇത് സംഭവിക്കില്ല. ആ, ആ, അങ്ങനെ പോയി. അങ്ങനെ ഇരുന്ന് അല്ലല്ല, ഒന്നും ചെയ്യണ്ട. ഐഷ് മാത്രം കളിച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ ഇരിക്കില്ല, പ്ലീസ്. മേളിൽ വെച്ച് തിരി, മേളിൽ വെച്ച് കൺട്രോൾ ചെയ്ത് പോയി. ഓ, കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റാണ്. വേഗം വെക്ക്, വേഗം വെക്ക്. ഓക്കേ. ഓക്കേ. ഈ മക്കളെ നോക്കാം. നിന്റെ ഡയാന വൈ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഡയാന വൈ, അടുത്ത ഡയാന വൈ. നീ വെന്റ് ചെയ്തോട്. ആ ഡയാന വൈ, ഡയാന വൈ. മേലോട്ട് താഴോട്ട് പോകരുത് പ്ലീസ്. അത് തന്നെ മോളെ, അത് തന്നെ പോയിന്റില്ല. അത് തന്നെ ഐഷു, അത് തന്നെ. എന്തിട്ട് കാണിക്കണം? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. എളുപ്പമല്ല കേട്ടോ. Very good. കോൺസെൻട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കോൺസെൻട്രേഷൻ. വളരെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട്. സൂപ്പർ. ഇവരുടെ രണ്ടുപേരുടെയും ഒരു സിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. ആക്ച്വലി നിങ്ങളായിരുന്നു ഫസ്റ്റ് വിൻ ചെയ്യേണ്ടത്, ബട്ട് അതിന്റെ ഇടയിൽ നിങ്ങൾ സ്കോർ ചെയ്ത ആ 2 പോയിന്റ് മിസ്സായി പോയി. നോ പ്രോബ്ലം. എന്തായാലും ബ്രില്യന്റ് ജോബ്. അടിപൊളി. സോ 3 പോയിന്റ്സ് ഇവര് സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഐഷു ആൻഡ് ടീം. ഐഷു നമ്മുടെ രേഷ്മ കോമ്പിനേഷൻ ഉണ്ടല്ലോ, സൂപ്പർ. നിങ്ങൾക്ക് ഒരു പടം ചെയ്യാൻ പാടായിരുന്നു. ഇനി അടുത്ത ഒരു ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ, ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കമ്പനിക്ക് കുറച്ച് നാശം വന്നാലും അല്ലെങ്കിൽ നാശനഷ്ടം വന്നാലും നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് അർമാദിക്കണം എന്നാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സിക്സ് ആഗലു. തെലുങ്കാണോ? നമ്മൾ വെക്കുമ്പോ അത് തെലുങ്കായി മാറുന്നു. അപ്പം ഇവിടുത്തെ ലുലുമാളും തെലുങ്കാന്നാണ് പറഞ്ഞത്. അല്ല, ജസീലയുടെ അപ്പുറം ഇരിക്കണ ബജ്ജി മുളകിന് എന്നാ പറയാനുള്ളത്? അല്ലല്ല, ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. സാമ്പാർ മുളക് അനുവിന് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അനുവിന് ഉറക്കം വരുന്നുണ്ട്. ഡോക്ടർ എന്നാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നേ? ഒരു നീ സോപ്പും പൗഡറും ഒരു കുട്ടി ഉടുപ്പും മേടിച്ചോണ്ട് വാ. ചേട്ടൻ വയറ് നേരെ പിടിച്ച് ശ്വാസം പിടിച്ച് വെക്കാതെ. പണ്ടേ നിന്റെ ശ്രദ്ധ എന്റെ വയറിലാന്ന് എനിക്കറിയാം. ശരി, അപ്പളേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. സിക്സ് ആഗ്ലു എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെയാ കളിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. റെഡിയാണോ? ഒരു ടീമിൽ നിന്ന് 2 പേര് വരുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പച്ചവെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. ആ പച്ചവെള്ളം ഫസ്റ്റ് തന്നെ ആ ഒരു ബോർഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കുക. അവിടെ 6 ആഗ് പോലെയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ 6 ആഗ് പോലെ ഇങ്ങനെ കറക്റ്റ്, അതായത് ശ്രദ്ധിച്ചിട്ട് എൻഡിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുവരണം. അങ്ങനെ ഏറ്റവും അധികം കംപ്ലീറ്റ് ചെയ്യുന്ന ടീമിന് 1 പോയിന്റ് കിട്ടും. ഈ ഗ്ലാസ് തട്ടിമറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും 1 എന്ന് പറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കണം. സോ 6 ആഗിലു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ കൊടുക്കല്ലേ? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഹൈറ്റ് ആക്കണം. വെരി ഗുഡ് സുധിച്ചേട്ടാ, സൂപ്പർ. അനീഷേട്ടാ അണ്ണ പൊക്കിക്കോട്. സുധീരണ പൊക്ക്. എടാ, എന്റെ ടീമിന്റെ അടിയിൽ ഞങ്ങൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ചോക്കെ അനങ്ങുന്നില്ല. വെരി ഗുഡ്. അവിടുന്ന് അവനാടാ ഷേക്ക് ആക്കണേ. സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സുധീരണ ഒരു തുള്ളി പോലും പുറത്ത് കളയുന്നില്ലല്ലോ സുധീരണ. അയ്യോ, പുറകിലോ. ഷാഫിക്കയും അനീഷേട്ടനും ഫൈനൽ പോയിന്റിലേക്ക് എത്തി തുടങ്ങി. അങ്ങോട്ട് തരി. മതി വേഗം വെക്ക്. വെരി ഗുഡ്. അങ്ങോട്ട് ചരിച്ചോ. വീഴും. പോട്ടെ.
ടീം അല്പം ചരിച്ചോട്. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. അതെ അതെ. ആ പോട്ടെ പോട്ടെ അടിപൊളി. സ്ലോ ആയിരുന്നു. എന്നാലും നിങ്ങളുടെ പ്ലേ ഉണ്ടല്ലോ ശരിക്കും നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി റൈഡിലൊക്കെ കയറില്ലേ, അതുപോലെ നിങ്ങൾ കൊണ്ടുപോയിട്ടോ. ഈ കുപ്പിയും ഗ്ലാസിന്റെയും പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയ ആളുകളല്ല. ഓൾ ടോട്ടൽ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിന്റെയും അതുപോലെ തന്നെ സുധിച്ചേട്ടന്റെ ടീം നല്ല കളി. 4 പോയിന്റ്സ്. എന്നാൽ ഇവിടെ 2 പോയിന്റ്സ് ആണ് കിട്ടിയത്. നോ പ്രോബ്ലം. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവാ. ഗെയിം ഇവിടെ വെച്ച് നമ്മൾ തീർക്കുന്നില്ല. ഞങ്ങളുടെ ആഗോള നായകന്റെ ലക്ഷ്യം വരുന്നുണ്ടോ? ഗെയിം കളിക്കണോ? യെസ് പ്ലീസ് കം ഓൺ. ഒരു ഫ്രണ്ട്ലി മാച്ചാണ് ഇപ്പൊ നടക്കണേ കേട്ടോ. അവിടെ ഗെയിം കണ്ടോണ്ടിരിക്കുമ്പോ ഇവിടെ ഭയങ്കര ആവേശം. ഐശ്വര്യ ഗെയിം കളിക്കണമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. പൊക്കിക്കോ പൊക്കിക്കോ. അയ്യോ പിടി പിടി. ഐശു പൊക്കിക്കോ പൊക്കിക്കോ. ആ ഹൈറ്റാണ്. ഇനിയിപ്പോ പൊക്കാവുന്നില്ല. Come on. ഇനിയിപ്പോ ഒന്നുമില്ല. അടിപൊളി. സൂപ്പർ. പൊക്കിക്കോ. ഹൈറ്റ് ചെയ്തോ ഹൈറ്റ് ചെയ്തോ ഹൈറ്റ് ചെയ്തോ. ഒന്നുകൂടെ ചെയ്താലോ? അവിടെ ഐശ്വര്യ വെക്കട്ടെ ഐശ്വര്യ വെക്കട്ടെ അവിടെ. അല്ലല്ല എന്നെ കണ്ട പൈസ കളഞ്ഞു. Come on, ready? 1, 2, 3, start. അടിമാലി. അതെ അതെ. Very good, very good, very good. Good move. വെരി ഗുഡ് വെരി ഗുഡ്. Very good. ഓ വെരി ഗുഡ്. Super. ശരി ശരി. ആ ഓക്കെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. ആ ചരിച്ചോ ചരിച്ചോ. സൂക്ഷ. അടിമാൽ താട്ടിക്കോട്. അടിമാൽ താട്ടിക്കോട്. Good job, good job. Super. അടിപൊളി. അത് എന്താ കൈ വിറയ്ക്കുന്നേ? കൈ വിറയ്ക്കണ എന്ത്? നീ ഒറ്റക്കല്ല കുടിച്ച എനിക്ക് തന്നില്ലല്ലോ. Super, super. Good job. Thank you. അല്ലാതെ നമ്മുടെ ഈ ഒരു ഗെയിം തീർന്നിട്ടില്ല. കണ്ടിന്യൂ ചെയ്യാം. ബിൻചേട്ടന്റെ പെൺകുട്ടികളെ പെൺപുലികളെ ഇറക്കിക്കോളൂ. ഇനി ഗേൾസ് തമ്മിലാണ് മത്സരിക്കാൻ പോണേ. സോ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കണേ നമ്മുടെ ടീമിന്റെ പുതിയ ഒരു കുതിരയുള്ളത്. ഓക്കെ യെസ്. അപ്പൊ ഇതിൽ നമ്മുടെ രേഷ്മ എത്തിയിരിക്കുകയാണ്. രേഷ്മ എങ്ങനെ? രേഷ്മ ഷാഫിയുടെ പാൻഡാണ് ഇട്ടേക്കണേ. ടീം തോറ്റോണ്ടിരിക്കുകയാണ്. സോ ടീമിനെ ജയിപ്പിക്കേണ്ട ഒരു കടമയും കൂടെ ഉണ്ട്. ഓക്കെ ഇവിടെ ഡയനയ്ക്കും ജെസിലിക്കും ചെറിയ എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പുതിയ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കേടായിരിക്കും, പക്ഷെ ഇവർ ജയിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതാണ് അതാണ്. ശരി ശരി. എന്തുട്ടേക്ക് കാണിക്കണേ? ഇതെന്താ ഇങ്ങനെ? പറഞ്ഞ കേള്. അവിടെ കൊണ്ടുപോയി കളയും. നീ പൊക്കിക്കോട്. വെരി ഗുഡ്. സൂപ്പർ. വെരി ഗുഡ്. കം ഓൺ. അവരും വെച്ച് ഇതുപോലെ പോയാൽ നിങ്ങളുടെ ടീം ജയിക്കും കേട്ടോ. അവിടെ വെച്ച് ചരിച്ചോ. അങ്ങനെ ചരിച്ചോട് പ്ലീസ്. ഇങ്ങോട്ട് ചരിച്ചോ. തിരിച്ചോ. അവിടെ വീണിട്ടുണ്ട്. അടിപൊളി. ഉമ്പാട്ട് ഇത് നേരെ താട്ടുപോട്ടെ. വെരി ഗുഡ്. അങ്ങനെ വരുമ്പോ ഇങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ മതി. ആ പോട്ടെ സ്ട്രൈറ്റ് പോട്ടെ.
Straight പോട്ടെ. Okay. കൈയാണോ? സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ ടൈ അല്ല, ഇവര് 3 points സ്കോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എന്താ പറയാ ഡയനയുടെയും ജെസ്സിലയുടെയും ടീം 1 2 3 4 5 points സ്കോർ ചെയ്തിട്ടുണ്ട്. ഇവരും അപ്പൊ ഇപ്പൊ 5-3. ഗ്ലാസും കുപ്പിയായിട്ട് നല്ല ബന്ധമുള്ളവരാണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഇനി തേർഡ് റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ അസിസ്കയുടെ ടീമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകാൻ പോവാ. അപ്പൊ ചിലപ്പോ ലീഡ് മാറിയാലോ. തുടങ്ങാം. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അത് താത്തി കൊടുക്ക. സാധിക്കോ? വെരി ഗുഡ് ഷിയാസ് ആൻഡ് തമ്പുരു. സൂപ്പർ. മക്കളെ, അടിപൊളി. എല്ലാ അർത്ഥത്തിലും ആവോളം അങ്ങനെ ബിനുവടിമാലിയുടെ ചുണ്ടക്കുട്ടനും ലാസ്റ്റ്. വെരി ഗുഡ്. താഴ്ത്തണം. മോളെ പൊക്കി പിടിക്കും മോളെ. വാർക്കപ്പണിക്ക് അരക്കണാര് അങ്ങനെ ആക്കല്ലേ. നീ തനക്കണ്ട. ഞാൻ കൊള്ളാം. എടുത്ത് വെക്കാൻ പറ്റുമോ? വീട് കുറച്ച് ചെയ്താൽ മതി. ആ യെസ്. അനു നീ എന്തിനാണ് ഇട്ടു? എടുത്തോ. നീ ആക്കണ്ട അനു പ്ലീസ്. മക്കളെ സൈഡായിട്ട് പോട്ടാ. താഴ്ത്തണം അനു. കിഴക്കാട്ട് പോട്ടാ. വെയിറ്റ് വരൂ. ഓക്കെ മതി എടുത്തോ. മോളെ അസിസ്റ്റന്റ് ടീം ലീഡിലാണ്. പടിഞ്ഞാട്ട്. വെള്ളം എടുത്തു കൊടുക്ക്. അയ്യോ അത്രയും വെള്ളം. വേഗം വേഗം ഷിയാസ് ആൻഡ് ടീം. പിടിച്ചോ. മൈക്ക് അവിടെ വെച്ചിട്ടോ. എന്റെ ഇൻട്രോ. എടുത്തോ. അവിടെ അയ്യാ. ഈസി ഈസി ഈസി. കിഴക്കാട്ട് പോട്ടാ. പിടിയടി. കുടിക്കാൻ പോണ മതി. പതുക്കെ മക്കളെ. അങ്ങോട്ടാക്ക് ഇട്ടോള്. മതി എടുത്തോ. കൊണ്ടുപോ. On the way. കറക്റ്റാ. Yeah. On the way. ഷിയാസ് കറക്റ്റാ. അത് പൊക്കിക്കോ. ഷിയാസ് കറക്റ്റ്. എടുത്തോ. കൊണ്ടുപോ. വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. അപ്പോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതിലെ ലീഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷിയാസും തമ്പുരും കൂടിയാണ്. ഗുഡ് ജോബ്. പൊളിച്ചു. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആന്റി. നന്നായിട്ട് കളിച്ചു. ഒരു 8ാം ക്ലാസ്സുകാരിയും. ഷിയാസിന് എത്ര വയസ്സായിരുന്നു ഷിയാസ് പറഞ്ഞു? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വേണ്ട. ബട്ട് ഈ ഒരു ഗെയിം കഴിയുമ്പോ എല്ലാ റൗണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആന്റി. ഐഷു പ്ലീസ് ജോയിൻ us. അപ്പൊ ഇതെല്ലാം ഐഷു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. എന്തോ നീ നമ്മുടെ ഫാമിലിയിൽ വന്നിട്ട്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ വന്ന് ആദ്യം വന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൗണ്ടറുകൾ മനസ്സിലാവുന്നുണ്ടായില്ല. കാരണം ഇത് മിനിറ്റിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോറി, സെക്കൻഡിന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ദിസ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളുടെ ഒരു ദിവസത്തിൽ പങ്കാളിയാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ടായാല് ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ഗെയിംസ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിന് വേണ്ടി തന്നെ വിളിക്കണം. ഉറപ്പായിട്ടും നമ്മൾ വിളിക്കും. അപ്പൊ ഡേറ്റ് ഇല്ലാന്ന് പറയരുത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഗ പെർഫോമൻസ്. എല്ലാവരും ജോയിൻ us പ്ലീസ്.
കളർഫുൾ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷെ അടുത്ത ദിവസം വരാം അല്ലേ? സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം കെൻ മീ ഓൺലൈൻ ഇംഗ്ലീഷ് സ്റ്റാർ മാജിക്. ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്.